അടുത്തതായി ശ്രീ SS നായർ, ഗ്ലോബൽ NSS ചെയർമാൻ, അദ്ദേഹം നമ്മളോട് സംസാരിക്കും. പൂജനീയ സരസ്വതി മഹാരാജ്, നമ്മുടെ എല്ലാം ആദരണീയനായ കുമാരൻ നായർ സാർ, KGK ഗ്രൂപ്പ് സാർ, രമേഷ് ജി, KNSSൻ്റെ അനുഷ്ഠിത അധ്യക്ഷൻ ശ്രീ ഹരികുമാർ ജി, അജയ് ജി, അവർ ശ്രീകാന്ത് നായർ ജി, പുഷ്പകുമാരി അമ്മ, മറ്റ് എല്ലാ സഹോദരി സഹോദരന്മാർക്കും സംവിധായകർക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് സോമശേഖരൻ നായർ എന്നാണ്. SS നായർ എന്നറിയപ്പെടും. ഞാനും എൻ്റെ കർമ്മഭൂമി മഹാരാഷ്ട്രയായിരുന്നു. ഞാൻ നാഗ്പൂരിലായിരുന്നു 47 വർഷം. ഞാൻ എമർജൻസി കാലത്ത് എനിക്ക് സംഘപ്രവർത്തനത്തിൽ എനിക്ക് നാടുവിടുന്ന അവസ്ഥ ഉണ്ടായി. നേരെ കൽക്കട്ടയ്ക്ക് പോയി. അവിടുന്ന് ഏതോ അദൃശക്തി എന്നെ നാഗ്പൂരിലേക്ക് കൊണ്ടുവന്നു. സർസംഘചാലകമായിരുന്ന ഗുരുജി മുതൽ, ഗുരുജി ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. നാട്ടിലുള്ള എല്ലാ സർസംഘചാലമായിട്ട് എനിക്ക് നല്ല അടുത്ത ബന്ധം പുലർത്താൻ സാധിച്ചിട്ടുണ്ട്. അതൊരു മഹാഭാഗ്യമാണ്. പിന്നെ ഈ ആശ്രമത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം വന്നത് 1992-93. അതിനുശേഷം ഇപ്പോഴാണ് വന്നത്. ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ പറയുന്നില്ല, ജംഗിൾമേ മംഗൽ എന്ന് പറഞ്ഞ പോലെ ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ സ്വാമിയുടെ പ്രത്യേക അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. പക്ഷേ അത് പറയാൻ സമയമില്ല. ഈ പറഞ്ഞ പോലെ ഞാനും സ്വാമിയായിട്ടുള്ള ബന്ധം 92 മുതലാണ്. കാരണം സത്യാനന്ദ സരസ്വതി ഗുരുനാഥനെ കുറിച്ച് വളരെയധികം ഞാൻ കേട്ടിട്ടുണ്ട് ചെറുപ്പകാലത്ത്. അതിനെ പല നിർബന്ധിച്ചിട്ട് കൊണ്ടുപോകാനായിട്ട്. കാരണം എൻ്റെ വൈഫിൻ്റെ അമ്മാവൻ തന്നെ ഈ ആശ്രമമായിട്ടൂടെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ എന്നെ പല പ്രാവശ്യം ശ്രമിച്ചിട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പം ഞാൻ പറയുമായിരുന്നു, നമുക്ക് ഈ സന്ധിൻ്റെ ദർശനവും ഗരുഡ ദർശനം എന്ന് പറയാൻ പ്രത്യേക ഒരു സമയം വരുമ്പോൾ ആരുടെയും ഒരു സഹകരണം അല്ലെങ്കിൽ ഹെൽപ്പില്ലാതെ നമുക്ക് സ്വയമേ കിട്ടുന്ന അതിന് പ്രതീതിയുണ്ട്. അങ്ങനെ തന്നെ സംഭവിച്ചു. അതായത് 92-93 കാലഘട്ടത്തിൽ ഈ നാസ്മഞ്ജുമായിട്ട്, അതായത് അയോധ്യ ക്ഷേത്രത്തിൻ്റെ, ഒരു പക്ഷേ എല്ലാവർക്കും അറിയില്ല, നമ്മുടെ സൗത്തിൽ നിന്ന് നമ്മുടെ ജഗദ്ഗുരു സത്യാനന്ദ സരസ്വതി മാത്രം ഒരേ ഒരു സ്വാമിജി മാത്രമായിരുന്നു അതിൻ്റെ മെമ്പർ, നാസ്മഞ്ജിൻ്റെ മെമ്പർ. നാഗ്പൂർ വെച്ചൊരു സമ്മേളനം ഉണ്ടായി. അവരുടെ മീറ്റിംഗ് അശോക് സിംഗ് ഇങ്ങനെ വളരെ പ്രസിദ്ധമായ എല്ലാ സന്യാസേവന്മാരും ഉള്ള സമയത്ത് കൃഷ്ണാജി അവിടെ നിൽക്കും. അപ്പം എൻ്റെ ഒരു അളിയൻ സഹോദരൻ ആ സമയത്ത് നാഗ്പൂരുണ്ടായിരുന്നു. അതേ ഈ ഫോട്ടോ കണ്ടിട്ട് പറഞ്ഞു, ചേട്ടാ നമുക്കൊന്ന് സ്വാമിയെ കാണണം. ഞാൻ പറഞ്ഞു, പിന്നെ അങ്ങനെ ഇരുന്ന അവൻ്റെ ആ ഒരു ഇത് പറയാം, അവരെ കാണാനുള്ള മനസ്ഥിതി കണ്ടപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോലും പോകുന്നില്ല. ഞാൻ തന്നെ വണ്ടി എടുത്ത് അദ്ദേഹം താമസിക്കുന്നത് സംഘ ബിൽഡിങ്ങിലാണ്, നാഗ്പൂരിൻ്റെ സംഘ ബിൽഡിംഗ് എന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ കൃഷ്ണാജിയാണ് അവിടെ ഇങ്ങനെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ കൃഷ്ണാൻ സരസ്വതി പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതേ കണ്ടിട്ട് അടുത്തേക്ക് വരികയും, അപ്പോൾ സ്വാമിയുടെ കാലം വെച്ച് അവരെല്ലാം കൂടെ നമ്മുടെ നാഗ്പൂരിലാണല്ലോ ഈ ദീക്ഷാഭൂമിയുണ്ട്, അംബേദ്കറിൻ്റെ കൺവേർട്ട് ചെയ്ത ദീക്ഷാഭൂമി. അവരെല്ലാം ദീക്ഷാഭൂമിയിലെ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് പോയിരിക്കുകയാണ് നാസ്മഞ്ജുള്ള നമ്പേഴ്സ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ വണ്ടി ഓടിച്ചിരിക്കുകയാണ്, ഡ്രൈവറൊന്നും ഉച്ച കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ പറഞ്ഞു ഞാനും വരുന്നു പറഞ്ഞു. അദ്ദേഹം വണ്ടിയെ കയറിയിട്ട് ദീക്ഷാഭൂമിയിലെത്തി. സ്വാമി അവിടുത്തെ ഇറങ്ങിയ സമയത്ത് ഇദ്ദേഹം പറഞ്ഞ പോലെ നമ്മുടെ കൃഷ്ണപിള്ളയുടെ അനന്തരത്തിൻ്റെ ഭർത്താവാണ് ഇദ്ദേഹം. SS നായർ എന്നറിയപ്പെടും. സോമശേഖരൻ നായർ ഫുൾ പേരൊക്കെ പുള്ളി പരിചയപ്പെടും. അപ്പോൾ എന്നെ സ്വാമി ചെയ്യുന്നത് അങ്ങനെ നോക്കിയിട്ട് കുറച്ച് നേരം നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്ത് വിളിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സ്വാമിജിക്ക് ഇഷ്ടമുള്ളത് ഞാൻ SS എന്ന് വിളിച്ചോട്ടെന്ന് ചോദിച്ചു. അപ്പോൾ വളരെ സന്തോഷം. അപ്പോൾ പിന്നെ ഉടനെ പറഞ്ഞു, SS എനിക്ക് SS പ്രത്യേകിച്ച് കാണാൻ പറ്റുമോ, ഈ സ്വാമിജിനോട് പ്രത്യേകിച്ച് കാണാൻ പറയാമെന്ന് എനിക്കെന്ന് വേണ്ടി അതിശയം. ഞാൻ പറയാം, എൻ്റെ സ്വാമിക്ക് എത്രയായ സമയത്ത് നാളെ 9 മണിക്ക് മീറ്റിംഗ് ആണ്, 8 മണിയാകുമ്പോൾ ഞാൻ ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നത്, അവിടെ വരാൻ പറ്റും. അവിടെ ചെല്ലുകയും അതുപോലെ ചെല്ലും. അപ്പോൾ ആരെയും കാത്തിരിക്കുന്ന പോലെ വിളക്കൊടുത്തിരിക്കുകയാണ്. ഒരുപാട് അനുയായികളുണ്ട്, സ്വാമിജിയുണ്ട്. അപ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞു, ഒരു SS വരുമെന്ന് പറഞ്ഞു. അതേ ചെന്നുകൊണ്ട് ഭസ്മം എടുത്തു, വിളക്കത്തിക്കുന്നുണ്ട്. എൻ്റെ നെറ്റിക്ക് തൊട്ട് നെഞ്ചത്ത് കുത്തി അദ്ദേഹം കാലുകൊണ്ട് എൻ്റെ കാലിൽ ചവിട്ടിയ ശേഷം തലക്കിൻ്റെ അടിയിൽ. സത്യം പറഞ്ഞാൽ അത് വലിയ അനുഭൂതിയാണ്. എന്തോ നമ്മൾ ഈ പറഞ്ഞാൽ ഇലക്ട്രിക്കൽ വളരെ കയ്യിൽ നമ്മൾ ഷോക്ക് അടിക്കുന്ന പോലെ. അങ്ങനെയാണ് സ്വാമി ഞാനുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ 92 കാലഘട്ടത്തിൽ എൻ്റെ ഫാദറിൻ്റെ മരണവും കഴിഞ്ഞ ശേഷം ഞങ്ങൾ എൻ്റെ അമ്മയും നേരത്തെ വെച്ചിരിക്കുന്ന സ്വാമിജിയുടെ അനുഗ്രഹ പ്രഭാഷണം ഉണ്ടാവും. ശ്രീ ചെമ്പൂർ ബാലകൃഷ്ണൻ, കേന്ദ്രീയ നായർ സേവാ സംഘത്തിൻ്റെ കരുത്തനായ ജനറൽ സെക്രട്ടറി, അദ്ദേഹം നമ്മളോട് സംസാരിക്കും. കരുത്ത് കുറവാണ്. വട്ടത്തിൻ്റെ അടുത്ത കടിയും പൂജ്യനായ സ്വാമിജി വേദിയിലും സദസ്സിലും ഉപേക്ഷായിരിക്കുന്ന എൻ്റെ വിശിഷ്ട വിജയങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവരുടെയും പറയുണ്ടായി സുദിനം, ഇന്നത്തെ സുദിനം വളരെ അഭിമാനമുണ്ട്. ഇന്നത്തെ സുദിനം സമുദായത്തെപ്പറ്റി ഇവിടെ പറയേണ്ട ആവശ്യമില്ല. കാരണം രമേശ് കലമ്പൂരി സാർ ഇവിടെ വളരെ ഗംഭീരമായിട്ട്
പറയും. ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ ഇവിടെ അദ്ദേഹം ഗംഭീരമായിട്ട് സംസാരിക്കാണ്ട് അതിലോട്ട് കിടക്കുന്നില്ല. ബാക്കി എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ ഇവിടെ നമ്മളെ ബോധിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ ഞാനിപ്പം ഏതായാലും 10-20 വർഷം മുമ്പ് ഞാനും ശ്രീകാന്തിയും പരമ്പരയും ജമാലും കൂടെ ആണ്, അവർ രണ്ടും കൂടെയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അന്ന് ഞാൻ ഈ കണ്ട സ്ഥലം എനിക്കിപ്പോഴും വളരെ അഭിമാനമുണ്ട്. സ്വാമിയുടെ പ്രയത്നവും പരിശ്രമവും ബാക്കി എല്ലാവരും സഹായ സഹകരണം കൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അന്ന് കണ്ട ആ സ്ഥലവും ഇന്നത്തെ ആ പ്രസ്ഥാനങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ എത്രയോ വളർച്ചയാണ് നമ്മുടെ ഇന്നത്തെ ഈ കുടുംബം സ്വാമിജിയുടെ പരിശ്രമത്താൽ നടന്നിട്ടുള്ളതെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് സ്വാമിജി എന്നെ എന്നും ഫോണിൽ ബന്ധപ്പെടാറുണ്ട്. എടാ, നീ എനിക്ക് കുറഞ്ഞതൊരു 3000 നായമാരെങ്കിലും ഇവിടെ കൊണ്ടുതരണം. ഞാൻ വളരെ പ്രസവിക്കുകയുണ്ടായി, പരിശ്രമിച്ചു. എനിക്ക് കഴിഞ്ഞപ്പോൾ എനിക്കൊരു 200-300 പേരെ എത്തിക്കാൻ കഴിഞ്ഞത് എന്നതിൽ വളരെ അഭിമാനമുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ചെമ്പൂരിൽ നിന്നുള്ള അഡ്വക്കേറ്റ് ഹരിദാസ് സാറ്, ഇന്നലെ ചിത്ര വിജയൻ സാർ, നിങ്ങളെല്ലാം ഇവിടെ പറയാറുണ്ടായി. സ്വാമിയുടെ അനുസരിച്ച് ഞാൻ എല്ലാ യൂണിറ്റുകാരെയും വിളിക്കുകയും കോണ്ടാക്ട് ചെയ്യുകയും ചെയ്തിരുന്നു. എൻ്റെ ഇതിൽ എൻ്റെ അഭിപ്രായത്തിൽ കഴിവതും യൂണിറ്റിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അവരോടെല്ലാം പ്രത്യേകിച്ചും വളരെ നന്ദി ഞാൻ KNSSൻ്റെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇത് നായന്മാരുടെ മാത്രമല്ല, മൊത്തം സാമുദായിക അംഗങ്ങളും എല്ലാവരും ഹൈന്ദവ സമൂഹത്തിൻ്റെ ഒരു പ്രസ്ഥാനമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയണം. കഴിവതും നമ്മൾക്ക് ഈ പ്രസ്ഥാനം ഇനിയും വളർത്തിക്കൊണ്ടുവരാനും സ്വാമിക്ക് വേണ്ടിയായ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നുകൊണ്ട് സംസാരിക്കുന്നതിന് എല്ലാവരും മാപ്പ് ചോദിക്കുന്നു. ആദ്യമായി ജഗദീശന്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. അതിനുശേഷം ജഗദ്ഗുരു നമ്മുടെ പ്രിയങ്കരനായ സ്വാമിജിയുടെ ഗുരുജി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ തൃപ്പാദങ്ങളിൽ വന്ദിക്കുന്നു. അതിനുശേഷം ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സ്വാമിജി കൃഷ്ണാനന്ദ സരസ്വതി അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങളിൽ ഞാൻ വന്ദിക്കുന്നു. വേദിയിലിരിക്കുന്ന എല്ലാ ധന്യാത്മാക്കൾക്കും സദസ്സിലിരിക്കുന്നവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവരും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങളെ ബോറടിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സമയം കളയുക എന്ന് പേടിക്കണ്ട. ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഈ 75 വയസ്സുള്ള എനിക്ക് ഒരു നായർ സമുദായത്തിൽ ജനിച്ചിട്ടും അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളും ഇന്ന് രമേശ് മോഹനിൽ നിന്ന് മനസ്സിലായി. ലജ്ജയും തോന്നി, അഭിമാനവും തോന്നി. എനിക്കറിയില്ലായിരുന്നല്ലോ എന്നുള്ളതാണ് ലജ്ജ. അഭിമാനം തോന്നിയത് ഈ കുട്ടിക്ക് ഇതൊക്കെ അറിയാമല്ലോ. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇങ്ങനെയൊരു ഭാരതകേസരി പത്മഭൂഷൺ മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തു. അത് സ്വാമിജിക്ക് മാത്രമേ സാധ്യമാകൂ എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. നമ്മുടെ KNSSൻ്റെ സെക്രട്ടറി പറഞ്ഞല്ലോ, ഒരു എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നടന്ന് ചെരുപ്പ് തേഞ്ഞ് പോയിട്ടേ ഉള്ളൂ, സാധിച്ചിട്ടില്ല. ഇവിടെ ഇത് അനാച്ഛാദനം ചെയ്തത് ഒരു സമുദായ ആചാര്യൻ എന്നുള്ള നിലയ്ക്കല്ല എന്ന് നമുക്ക് ശരിക്കും അറിയാം. കേരളത്തിൻ്റെ ഒരു നവോത്ഥാന നായകനായിരുന്നു, സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മഹിമ വേണ്ടത്തോളം എല്ലാവർക്കും അറിയില്ല. എങ്കിലും ഇത് സ്വാമിജി ഇത് അനാച്ഛാദനം ചെയ്തതിൽ അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. സമുദായ ആചാരൻ്റെ ആണല്ലോ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സന്തോഷമുണ്ടെങ്കിലും അദ്ദേഹത്തെ ഒരു നവോത്ഥാന നായകനായിട്ട് കാണാനാണ് എനിക്ക് കൂടുതൽ ആഗ്രഹം. ഇവിടെ 2-3 പേരുടെ ഒരു സജഷൻ ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ഞാൻ പറയാം. നമ്മുടെ KNSSൻ്റെ പ്രസിഡന്റ് ശ്രീ ഹരികുമാർജി പറഞ്ഞു, നമ്മുടെ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, അവരെ എങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. സ്വാമിജി പറയും നിങ്ങളുടെ തറവാടാണ്, ഇങ്ങോട്ട് വരൂ, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന്. കുട്ടികൾക്കൊരു സമ്മർ ക്യാമ്പോ, പുതിയ ജനറേഷൻ്റെ കുട്ടികളാണ്, കേട്ടുകൊണ്ട് വരില്ല എങ്കിലും അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയൊക്കെ അവരെ പിടിച്ചു നിർത്താൻ സാധിക്കും. കുറച്ച് ആധ്യാത്മികതയും സമുദായത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞ് അവരെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ ഒരു നല്ല അവസരമാണ്. ഏറ്റവും പ്രകൃതി മനോഹരമായിട്ട് രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ്. വേറൊന്ന് പറഞ്ഞത് പിന്നെ ആരായിരുന്നു, ശ്രീകാന്താണ്. അതായത് പിന്നെ സമുദായത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. ഇതൊരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്നുള്ള നിലയിലാണ്. രാഷ്ട്രീയം ഈ വേദിയിൽ പറയേണ്ട വിഷയമല്ല എങ്കിലും കേരളത്തിൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. SNDPയുടെ മഹനീയനായിട്ടുള്ള ഒരു അധ്യക്ഷനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കേരളത്തിൽ SNDPയും NSSും ഒന്നിച്ചു കൂടിയില്ല എങ്കിൽ നമുക്ക് ഹിന്ദുക്കൾക്ക് കേരളത്തിൽ ജീവിക്കാൻ സാധ്യമല്ല. ഞാൻ വളരെ പച്ച മലയാളത്തിലാണ് പറയുന്നത്. ഞാൻ പച്ചയായിട്ട് പറയുന്നതിന് കുറച്ച് നൊട്ടോറിയസുമാണ്. സത്യമായിട്ട് തന്നെ പറയണം. ഇപ്പോൾ പകലല്ല രാത്രിയാണ് എന്ന് പറയാൻ സാധ്യമല്ല.
വളരെ ബുദ്ധിമുട്ടാണ് കേരളത്തിൽ താമസിക്കാൻ. നമ്മൾ ഓരോരുത്തരും ഉണരണം. നമ്മളിവിടെയാണ്, നമ്മുടെ കുട്ടികൾ ഇവിടെയാണ്, അല്ലെ നമ്മുടെ കുട്ടികൾ അമേരിക്കയിലും കാനഡയിലും ആണെന്നൊക്കെ പറയും. പക്ഷേ അവർക്ക് റൂട്ട്സ് തിരഞ്ഞു വരാൻ ഇനി കേരളത്തിലേക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ പത്തനംതിട്ട ജില്ലയിലാണ്. 2564 വീടുകൾ അടച്ചിട്ടിരിക്കുകയാണ്. ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, വിൽപ്പനയ്ക്കുണ്ട്. അപ്പം നമ്മുടെ പൈതൃകം, നമ്മുടെ റൂട്ട്, നമ്മുടെ സംസ്കാരം എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഈശ്വരൻ ചോദിക്കുക, ഇനി നിനക്കൊരു ജന്മം ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിൽ ഞാൻ പറയും അത് കേരളത്തിൽ വേണമെന്ന്. കാരണം അത്ര നല്ലൊരു സ്ഥലമാണ്. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുമ്പോൾ ഇന്നത് ഡെവിൾസ് ഓൺ കൺട്രിയിലേക്ക് പോയിരിക്കുന്നതിൻ്റെ കുറച്ചൊക്കെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് SNDPയും NSSും കൂടെ ഒന്നിച്ച് ഒരു ഹിന്ദു സംഘടന എന്നുള്ള നിലയ്ക്ക്, കേരളത്തിൻ്റെ മക്കളെന്നുള്ള നിലയ്ക്ക്, തനതായ മക്കളെന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് പല കാര്യങ്ങൾ വിട്ടുവീഴ്ചകൾ ചെയ്യണം. ഒരു കുടുംബമാണെങ്കിൽ പോലും നമ്മൾ വിട്ടുവീഴ്ചകൾ, ജാതിക്കും മതത്തിനും മുകളിൽ നമ്മൾ അതീതമായിട്ട് ഉയർന്നിട്ട് ഈ സനാതന ധർമ്മത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന, ലോകം മുഴുവൻ നോക്കുന്നത്, അമൃതാനന്ദമായി പറയും സ്പിരിച്വാലിറ്റിയുടെ എപ്പിസെൻ്ററാണ് ഭാരതം. അതും എസ്പെഷ്യലി ശങ്കരനെ നമുക്ക് ദാനം ചെയ്ത ഭാരതമാണ്. ശ്രീനാരായണ ഗുരുദേവനെ നമുക്ക് ദാനം ചെയ്ത കേരളമാണ്. നമുക്കത് മറക്കാൻ പറ്റില്ല. ഈ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. തെറ്റായിട്ട് ഇതിനെ എടുക്കരുത്. വേറെ നമുക്ക് മാർഗമില്ല. സനാതന ധർമ്മത്തിനെ ഏത് കാലത്തും കൊണ്ട് നടന്നില്ല എങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടാവില്ല, ഈ ഭൂമി ഉണ്ടാവില്ല. അത് നമുക്കറിയാം. നമ്മുടെ സ്വാമിക്ക് ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇദ്ദേഹം അത് ചെയ്യുന്നത് അദ്ദേഹത്തിന് വേണ്ടിയല്ല, സനാതന ധർമ്മത്തിന് വേണ്ടിയാണ്. അങ്ങനെ എത്രയോ പേര് അവരവരുടെ ജീവൻ ബലിയർപ്പിച്ചിട്ടുണ്ട് സനാതന ധർമ്മത്തിന് വേണ്ടി. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്ന് ചിന്തിക്കണം. സ്വാമിജി ഒരു സെമിനാറൊക്കെ നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാലൊന്നും വയ്യ, എങ്കിലും ഞാൻ വരുന്നതായിരിക്കും അതിനു വേണ്ടി. അപ്പം ഞാൻ പ്രത്യേകിച്ച് SNDPയുടെ അദ്ദേഹത്തോടും പറയുന്നു, എൻ്റെ ഈ ആശയത്തെ ഞാനും SNMSൻ്റെ ഒരു മെമ്പറാണ് കലിയനയിൽ. അപ്പം അത് ഒന്നിക്കാൻ സമ്മതിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ സങ്കടം. നമ്മളെ പിളർത്താൻ നിർത്തുന്നവരോട് പോയി പോടാന്ന് പറയണം. അതിൻ്റെ സമയമാണ് ഇപ്പോൾ. ഒരു ചെവിക്ക് ഒരു കവിളത്തടിച്ചാൽ മറ്റേ കവിള് കാണിക്കേണ്ട കാലമല്ല, ഇത് കലിയുഗമാണ്. തിരിച്ചു കൊടുക്കണം ആവശ്യത്തിന്. അപ്പം അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. പിന്നെ ഇതെല്ലാം ചെയ്ത സ്വാമിജിക്ക് നമുക്ക് അനാച്ഛാദനമൊക്കെ ചെയ്തു തന്നു. നായന്മാരെ നിങ്ങൾ കണ്ടോ? നിങ്ങൾക്ക് ചെയ്യാൻ മേലാത്തത് എനിക്ക് ചെയ്യാൻ സാധിച്ചു. സ്വാമിജിക്ക് ഒരുപാട് അഭിനന്ദനങ്ങളുണ്ട്. ഈ ആശ്രമത്തിന് ഉയർച്ചയുണ്ടാവട്ടെ, ഉന്നതികളിലേക്ക് പോകട്ടെ. സ്വാമിജിക്ക് ആരോഗ്യ സൗഖ്യം ഞാൻ നേരുന്നു. നന്ദി, നമസ്കാരം. സ്വാമിജിയോട് ഒരു റിക്വസ്റ്റ് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അതിന് ഒരു പോയിന്റ് ചേച്ചി പറഞ്ഞതല്ലേ, കേരളത്തിലെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഹിന്ദു ഐക്യത്തിന് വേണ്ടി മുന്നോട്ട് വെച്ച ആ ഒരു ഇനിഷ്യേറ്റീവ് ഏതെങ്കിലും ഒരു സുകുമാരൻ നായർ സമുദായത്തിൻ്റെ അവസാനത്തെ വാക്കല്ല. ആ ഒരു ആശയത്തോടു കൂടിയിട്ട് നായർ സമുദായങ്ങൾ ഒപ്പമുണ്ട് ഹിന്ദു ഐക്യത്തിന് വേണ്ടിയിട്ടെന്ന് കൂടി ഞാൻ ഇവിടെ ചേർക്കുകയാണ്. അത് ഇവിടുത്തെ നായർ സമുദായത്തിൻ്റെ മാത്രമല്ല, ഹിന്ദുക്കളുടെ അത് ആവശ്യമാണ്. ഹിന്ദു നായർ ഈഴവ ആ ഒരു സഖ്യം അത് പ്രാവർത്തികമാക്കണം. അതിനുവേണ്ടിയിട്ട് അത് പിന്നോട്ട് പോകരുത് ഒരു റിക്വസ്റ്റാണ്. രണ്ടാമത് സ്വാമിയോടൊരു റിക്വസ്റ്റാണ്. നമ്മുടെ സമുദായാചാര്യൻ മന്നത്തിൻ്റെ അദ്ദേഹത്തിനെ ആദരിക്കുന്നതിന് ആരെങ്കിലും എപ്പോഴെങ്കിലും പുഷ്പാർച്ചന നടത്തണം വന്നു കഴിഞ്ഞാൽ സ്വാമി ദൈവം അത് അനുവദിക്കണം, ആരെയും നിരാശപ്പെടുത്തരുത് എന്നൊരു റിക്വസ്റ്റാണ്. കാരണം ഭാരതത്തിൻ്റെ 2ാം പൗരൻ, ഒരു ഉപരാഷ്ട്രപതി മന്നത്തിനെ ആദരിക്കാനായിട്ട് അദ്ദേഹത്തെ പുഷ്പാർച്ചനയ്ക്ക് വേണ്ടി പോയപ്പോൾ പോലും നിഷേധിച്ച പാരമ്പര്യമാണ് നമുക്കുള്ളത്. അത് നമുക്കിവിടെ ആവർത്തിക്കരുത്, അതിനൊരു പാരമ്പര്യം കാണിച്ചു കൊടുക്കണം എന്നൊരു റിക്വസ്റ്റ് വേദനയോടുകൂടി പറയുകയാണ്. ശ്രീ സുരേഷ് ഗുരുനാഥൻ, ഇത് സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ഇവിടെ ഇരിക്കുന്ന മറ്റു സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഇത്ര ദീർഘവീക്ഷണമുള്ള ഒരു സ്വാമിജിയുടെ കീഴിലാണ് നമ്മളൊക്കെ ഇന്നിരിക്കുന്നത്. കാരണം ആർക്കും ചെയ്യാനൊക്കാത്ത NSSൻ്റെ വർഷങ്ങളായി NSS ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്.
ഇത്രയും നാളായിട്ട് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാച്ചു അനാച്ഛാദനം ചെയ്യാൻ ഒരു NSSന്റെ സംഘടനയ്ക്കും ഇതുവരെ മുംബൈയിൽ സാധിച്ചിട്ടില്ല എന്നത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. അത്രത്തോളം ദീർഘവീക്ഷണത്തോടു കൂടിയാണ് സ്വാമിജി ഓരോ പരിപാടികളും ഇവിടെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ കൊടുത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതിഭ ഇതുവരെ കേരളത്തിൽ സാധിച്ചിട്ടില്ല എന്നൊരു ദുഃഖകരമായ സ്ഥിതിയാണ്. പക്ഷേ അത് ഈ ബദലാപൂരിൽ സ്ഥാപിച്ചെടുക്കുവാൻ ആദരണീയനായ ഈ സ്വാമിജിക്ക് കഴിഞ്ഞു എന്നത് നമ്മൾ ഓരോ മലയാളികൾക്കും അഭിമാനമാണ് എന്നത് വളരെ ഓർക്കേണ്ട ഒരു വിഷയമാണ്. ഒരുപക്ഷെ അദ്ദേഹം കേരളത്തിലായിരുന്നു ഈ സ്ഥിതി, ഈ സിറ്റുവേഷൻ, ഈ കറണ്ട് സിറ്റുവേഷൻ സ്വാമിജി കേരളത്തിലായിരുന്നു ജനിച്ച് ഇപ്പോ ഈ പ്രവർത്തന മണ്ഡലമെങ്കിൽ ഇതുപോലുള്ള 100,000 മഹാന്മാരുടെ സ്റ്റാച്ചുകൾ കേരളത്തിൽ പിറന്നേനെ. അദ്ദേഹം ബദലാപൂരിൽ ഈ കുഗ്രാമത്തിൽ വന്നിട്ട് ഇവിടെ ആദിവാസി സമൂഹത്തിന്റെയും മറ്റുള്ള ജനങ്ങളുടെയും ഒക്കെ പിന്തുണ കൊണ്ട്, ഒരു മലയാളികളുടെ പിന്തുണ ഇല്ലാതെ തന്നെ മറ്റുള്ള ആൾക്കാരുടെ പിന്തുണ കൊണ്ട് അദ്ദേഹം ഇതുപോലൊരു മഹാപ്രസ്ഥാനം ഈ ബദലാപൂരിൽ ഒട്ടിയാക്കിയെടുത്തെങ്കിൽ അദ്ദേഹത്തിന്റെ മഹത്വത്തെ കുറിച്ച് നമ്മൾക്കാർക്കും അറിയാൻ കേട്ട, നമ്മുടെ മലയാളികൾ അദ്ദേഹത്തിന്റെ മഹത്വത്തെ കുറിച്ച് നമുക്ക് ധാരണയില്ല. അദ്ദേഹം ഇനി മരിച്ചുപോയി ശേഷിച്ചാണ് നമ്മൾ അദ്ദേഹത്തെ ഓർക്കുന്നത്, അയ്യോ സ്വാമിജി ചെയ്ത വളരെ മഹത്തായ പ്രവർത്തനമായിരുന്നു. അപ്പോൾ മരിക്കുമ്പോഴല്ല, അദ്ദേഹം ഒരു വ്യക്തി ജനിക്കുമ്പോഴും അപ്പോഴും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ വിലയിരുത്താൻ അദ്ദേഹം മരിക്കാതിരിക്കുമ്പോഴാണ്. അപ്പോഴാണ് അതിന്റെ ആ പ്രവർത്തനങ്ങളുടെ ആ ജ്വാല നമുക്ക് മനസ്സിലാക്കാൻ കഴിക്കുന്നത്. മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന വ്യക്തിയെ അദ്ദേഹം ആചാര്യനാണ്. അത് സമുദായത്തിന് മാത്രമല്ല, നായർക്ക് മാത്രമല്ല, അദ്ദേഹം കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ മുൻപന്തിയിൽ നിന്ന് പണം നയിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും മന്നത്ത് പത്മനാഭാചാര്യനും ഒക്കെ ഒന്നിച്ചു നിന്ന് കേരളത്തിന്റെ ഭാരതത്തിന്റെ സാമൂഹിക സാംസ്കാരിക പൈതൃകത്തിന് അടിത്തറയിട്ട മണ്ണാണ്. അദ്ദേഹത്തെ നമ്മുടെ മറുനാടൻ മലയാളികളും ഇത്ര വർഷമായിട്ട് ഓർക്കില്ല. സ്വാമിജിക്ക് വയസ്സായ കാലത്ത് മന്നത്ത് പത്മനാഭൻജിയുടെ പ്രതിമ അനാചാരം ചെയ്യാൻ അദ്ദേഹത്തിന്റെ അവസരം അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ ഉദിച്ചെങ്കിൽ നമ്മൾ ഓരോ മലയാളികളും ഓരോ നായർ സമുദായങ്ങളും വിധികളാണെന്നുള്ള കാര്യം എനിക്ക് അവസരത്തിനോട് പറയാനുണ്ട്. കാരണം ഞാൻ ഒരു സംഘടന ഞങ്ങളിപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട്. ആ സംഘടനയുടെ പ്രസിഡന്റ് ആദാർത്ഥനായ നമ്മുടെ കുറുപ്പ് സാറാണ്. അതിന് ചെയർമാൻ ജ്വാല ഗോപിനാഥൻ നായരാണ്. കാരണം എന്താണെന്നറിയോ, കേരളത്തിലെ മലയാളികളെയും മറ്റുള്ള സമുദായങ്ങളെയും ദക്ഷിണേന്ത്യയുള്ള ഹിന്ദുക്കളെ ഏകീകരിച്ചുകൊണ്ട് ദക്ഷിണ ഭാരതീയ ഹിന്ദു സംഘം എന്നൊരു സംഘടനയ്ക്ക് ഞങ്ങൾ രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെയുള്ള എല്ലാ ആൾക്കാരെ, എല്ലാ ഹിന്ദു സമുദായങ്ങളെ ജാതി വ്യവസ്ഥകൾക്ക് പ്രാധാന്യം കൊടുക്കാതെ എല്ലാവരെയും ഒരു കോടി കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു മേൽവിലാസം ഒരു ഹിന്ദുക്കളുടെ ഒരു സമുദായത്തിന് ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സംഘടന ഇവിടെ രൂപീകരിച്ചിരിക്കുക. കാരണം ഇവിടെ സമുദായങ്ങളുണ്ട്, പല സമുദായങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. NSSഉം SNDPയും പിന്നെ അതുപോലുള്ള ഓരോരോ വ്യക്തികൾക്കും ഓരോ പരിപാടികളാണ്. അവരുടെ അജണ്ടകൾ നടപ്പാക്കുന്നതിനാണ് സമുദായങ്ങൾ ഇന്നത്തെ. അതല്ല വേണ്ടിയത് രാഷ്ട്രീയ പാർട്ടികളെ പോലെ സമുദായങ്ങൾ ഉദിച്ചു വരുന്നതാണ്. കാരണം NSSന്റെ പുറത്തിട്ട് കഴിഞ്ഞാൽ അങ്ങേപ്പുറത്തെ ഗ്ലോബൽ NSS ഉണ്ടാക്കും. ഇവിടെ SNDP എടുത്തിട്ട് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഗ്ലോബൽ SNDP ഉണ്ടാക്കും. അതിന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ധർമ്മജന സേന ഉണ്ടാക്കും. അതല്ല വേണ്ടിയത്. നമുക്ക് ഒന്നിച്ചു നിൽക്കണം. ഹിന്ദു എന്ന ഒരു ഐഡന്റിറ്റിയിൽ നമുക്ക് നിൽക്കണം. നമ്മളൊരു വോട്ട് ബാങ്കായി മാത്രമാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലെയും ഭാരതത്തിലെയും മറ്റെല്ലാ സമുദായങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ ഈ സമുദായത്തെ കാണുന്നത്. ആ സ്ഥിതി നമ്മൾ മാറ്റിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്ന ഓരോ ഹിന്ദുക്കളും ഓരോ സമുദായക്കാരും പ്രതിജ്ഞാബദ്ധനാവണമെന്ന് മാത്രമാണ് എനിക്ക് ഇതിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം മന്നത്ത് പത്മനാഭൻ കാണിച്ചു തന്ന വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദായത്തിന് മാത്രമല്ല ഭാരതത്തിലെ കേരളത്തിലെ ജനങ്ങളെ ഒന്നിപ്പിക്കുക എന്ന ഒരു മുഖ്യ അജണ്ടയായിരുന്നു. ആ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് കേരളം ഇന്ന് നിന്ന് പോകുന്നത്. ഇന്ന് മറ്റുള്ള രാഷ്ട്രീയ സംഘടനകളൊക്കെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉയർത്തിക്കൊണ്ടുപോയി ശ്രമിക്കുന്നു. പക്ഷെങ്കിൽ മന്നത്താചാര്യനും ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ഒക്കെ ചെയ്തു തന്ന ആ ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിനെ അവർക്ക് തൊടാൻ പോലും കഴിയില്ല. അവർ അവരുടെ മുന്നിൽ വെറും പൂജ്യമാണെന്നുള്ള കാര്യം ഇന്ന് നമുക്ക് മുന്നിട്ട് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. ശബരിമല പ്രശ്നം നമുക്കറിയാം. നമ്മൾ ഹിന്ദുക്കൾ ഒന്നല്ല എന്നതുകൊണ്ടാണ് ശബരിമല സ്ത്രീകളെ കെട്ടിയാൽ വേറൊരു സമുദായം
അതിനുവേണ്ടി നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങണം. മറുനാടൻ മലയാളി എന്ന രീതിയിൽ പ്രവാസി മലയാളികളിൽ നിന്ന് നമുക്ക് തുടങ്ങണം. അത്തരമുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുത്ത് എല്ലാ സമുദായങ്ങളെയും ഒരു കുടക്കുഴിയിൽ കൊണ്ടുപോകാൻ എല്ലാ സാമൂഹിക സാംസ്കാരിക നായകന്മാരും സംഘടനാ പ്രതികൾ മുന്നിട്ടിറങ്ങണമെന്ന് മാത്രം നിങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മന്നത്ത് പത്മനാഭന്റെ ഈ സ്റ്റാച്യുവിന് ഇവിടെ സ്ഥാപിക്കുവാൻ മുൻകൈയെടുത്ത ആദരണീയ സ്വാമിജിയുടെ തൃപ്പാദങ്ങളിൽ ഞാൻ എന്റെ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടും നിങ്ങൾ ഓരോരുത്തർക്കും എനിക്ക് എന്നെ കൂടെ വിളിച്ച് രണ്ടു വാക്ക് സംസാരിക്കുവാൻ അവസരം തന്ന ഇതിന്റെ ഓരോ വ്യക്തികൾക്കും ഞാൻ എന്റെ വിനയമായ നന്ദി നമസ്കാരം രേഖപ്പെടുത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മഹാരാഷ്ട്ര. ചില വിശിഷ്ട വ്യക്തികൾ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പ്രത്യേക ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അത് അതാത് മേഖലയിൽ കഴിവ് തെളിയിച്ചവരാണ്. നമ്മൾ കഥകളി എല്ലാവരും കാണുന്നതാണ്. കേരളത്തിൽ നിന്നുള്ള എല്ലാവർക്കും കഥകളി എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ കഥകളി ഹിന്ദിയിലാക്കി, രചന ഹിന്ദിയിലാക്കി, അത് സ്റ്റേജിൽ അവതരിപ്പിച്ച് ഈ ഭാരതത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഉന്നതയായ ഒരു കലാകാരി താരാവർമ്മ ഒന്ന് വേദിയിലേക്ക് എത്തണം. താരാവർമ്മയെ സ്വീകരിക്കുന്നു, ആദരവ് നൽകുന്നു. സ്വാമിജി അത് ഹിന്ദിയിൽ എങ്ങനെ ഇതിങ്ങനെ എന്താ പറയുക കൃത്യമായി എന്നുള്ളതൊരു അതിശയം തന്നെയായിരുന്നു. ഇവിടെ ഒരു 5-8 പേരുടെ മുന്നിൽ കല അവതരിപ്പിക്കാൻ മറിച്ച് 5000 പേർ കൂടെ ഇരിക്കാം. വേണ്ടി വന്നാൽ ഒരു ട്രെയിൻ മാതിരി കെട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെ ആളുകൾക്ക് താമസിക്കാം. ഹൈഫൈ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അവിടെ മാസം ഒരു ദിവസം സ്പോർട്സിന്, ഒരു ദിവസം ആർട്സിന് ഇത് പ്രേരിപ്പിക്കേണ്ട ചുമതല ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കുമാണ്. അല്ലാതെ ഇവിടെ ഒരു അമ്പലം ഉണ്ടാക്കി അവിടെ കാശുണ്ടാക്കിയിട്ടിട്ട് എനിക്കിവിടെ ഒരു കുന്തവും നേടാനില്ല. ഇവിടെ ഇത്രയും ക്ഷേത്രങ്ങളും മറ്റുമൊക്കെ ഉണ്ടാക്കിയത് എൻ്റെ ഒരു ശക്തമായ ഉദ്ദേശം, പ്രത്യേകം എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് ഈ ലോകത്തൊന്നും നേടാനില്ല. മറിച്ച് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ചെന്നാലും അവരുടെ മാനിഫെസ്റ്റോ നടപ്പാക്കുവാൻ ഇന്നും ഇരുന്ന് പ്രസംഗിച്ചപ്പോഴത്തേക്ക് ഇവിടെ ഇദ്ദേഹം നിന്ന് പ്രസംഗിച്ചു. ഇപ്പം ഞാൻ ഇരുന്ന് പറഞ്ഞാൽ റിട്ടയർഡ് ആയിക്കഴിഞ്ഞു എന്ന് പറയും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എവിടെ കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ പറയാൻ പോയത്. അതുകൊണ്ട് ഈ പൂവ് അതിൻ്റെ നിറം കൊണ്ടും മണം കൊണ്ടും ഗുണം കൊണ്ടും എല്ലാത്തിനെയും ആകർഷിക്കുന്ന പോലെ എൻ്റെ കലാവൈഭവം കൊണ്ട് മഹാരാഷ്ട്രയിലെയും ഇന്ത്യയിലെയും ആളുകളെ ആകർഷിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രത്യേക പ്രാർത്ഥനകൾ ഈശ്വരൻ അർപ്പിക്കുകയും അതിൻ്റെ പ്രസാദത്തിന് അടുത്തത് ഡോക്ടർ ശശികല പണിക്കർ. ഒരു മികച്ച സംരംഭക വ്യവസായി എന്നുള്ള നിലയിലൊക്കെ ഏറെ പ്രസിദ്ധ ആയ ഒരു വ്യവസായി. അവര് വളരെ കുറഞ്ഞ ഈ കാലയളവിലാണ് എഴുതാൻ തുടങ്ങിയത്. നേരത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എഴുതിയിരുന്നു. ഇപ്പോൾ എഴുത്തിൻ്റെ ഒരു പ്രവാഹമാണ്. ഞാൻ ചേച്ചിയുടെ കൂടെ ഷാർജയിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ കാണുന്നത് ഈ ചേച്ചിയുടെ ഇൻഡസ്ട്രിയിലുള്ള ആ കെമിക്കൽ ഫോർമുല അതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് എത്രയോ ഫോറിനേഴ്സ് വന്ന് നിൽക്കുന്നു. ഞാൻ ഐ വാസ് റിയലി ഷോക്ക്. ഇങ്ങനെ ഒരു കാര്യം നമുക്കറിയില്ല. പാറയിൽ നിന്നും ബ്ലാക്ക് സ്റ്റോണിൽ നിന്നും ഫൈബർ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ചേച്ചി സ്വാമിജിക്ക് കൊടുക്കാൻ എന്തോ സമ്മാനം കൂടെ വന്നിട്ടുണ്ട്. നിറഞ്ഞ കയ്യടികളാണ്.
അവിടെ ഇതൊക്കെ ഉണ്ടാക്കി ഞാൻ അത് ചെയ്യണോ പറയും അതൊക്കെ അടി കൊടുക്കണോ വേണ്ടേ. ഇപ്പോൾ ലോകത്ത് ഒരുപാട് പടങ്ങളുണ്ട്. എന്നെ പടം ഇങ്ങനെയൊക്കെ കാണിക്കേണ്ട വല്ല കാര്യമില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? പടങ്ങൾ ഒരു കാര്യം കഴിയാതെ കിടന്നുള്ളതെന്ന് അതെ മനസ്സിൽ അഡ്വക്കേറ്റ് ശ്രീ രാജ്കുമാർ, അദ്ദേഹം ഇപ്പോൾ ഒരു മലയാളം ഫിലിമിലും കൂടി അഭിനയിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ബുദ്ധിമുട്ടുണ്ട്, വില്ലൻ റോള് പറ്റുമെന്ന് തോന്നുന്നു. ശ്രീ ഗോപി നായർ ജ്വാല, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഈ പരിപാടിയുടെ റെക്കോർഡിംഗ് ഹലോ മുംബൈ ജനം TV വഴി നമുക്ക് കാണാവുന്നതാണ്. അതിനൊരു പ്രത്യേക കയ്യടി ശ്രീ JP ആൻഡ് ടീമിന്. നമ്മൾ മുംബൈയിലെ മാധ്യമ രംഗത്ത് നമുക്ക് എപ്പോഴും ഒരു താങ്ങും തണലുമായി നിൽക്കുന്ന വ്യക്തിത്വം. JPക്ക് നേരത്തെ നമ്മൾ ഒരു ആദരവ് കൊടുത്തിരുന്നു. എന്നാലും JP ഒന്ന് എണീറ്റ് ഒന്നും തിരിഞ്ഞു നിന്ന മുഖം അറിയാത്തവരൊന്ന് കാണട്ടെ. അദ്ദേഹമാണ് JP. ഈ ശബ്ദം കൂടെ ഒന്ന് കേൾക്കാം നമുക്ക് ഒരു സെക്കൻഡ്. അവാർഡ് വാങ്ങിക്കാൻ പോയപ്പോഴും വന്നു. അതിനുശേഷം പുറത്തേക്ക് വാങ്ങിച്ചു. അതിനുശേഷം തിരികെ പോയപ്പോഴും ഈ എന്താ പറയാ, ഒരു ഇടുത്തി പോലൊക്കെ വീഴുന്ന ഒരു സൗണ്ടാണ്. ഒന്ന് ശ്രദ്ധിക്കാം.